നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലും വ്യാപിച്ചു കിടക്കുന്ന വാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് നമ്മുടെ ഈ വാഗമണ്ണ്. ഗ്ലാസ് ബ്രിഡ്ജ് കാണാനും അവിടുത്തെ വ്യത്യസ്തമായ ആക്ടിവിറ്റികൾ കാണുവാനുമായി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ മാത്രം ഉണ്ടായിരുന്ന ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലും വാഗമണ്ണിലും എത്തിയിരിക്കുകയാണ്. അത് കാണാനായിട്ട് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ പാർക്കിംഗ് ഏരിയയാണ്. ഒരുപാട് വണ്ടികളൊക്കെ നല്ല തിരക്കുള്ളൊരു സമയമാണിപ്പം. നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ടൊക്കെ പോവുകയാണ്. സൈക്ലിങ്, അതുപോലെ തന്നെ സൈക്കിൾ റോളർ, ഫ്രീ ഫോള്, അങ്ങനെ നിരവധി അഡ്വഞ്ചർ ആക്ടിവിറ്റികൾക്കുള്ള ടിക്കറ്റെല്ലാം ഈ കൗണ്ടറിൽ തന്നെയാണ് കിട്ടുന്നത്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളും അങ്ങോട്ട് പോവുകയാണ്. കുഞ്ഞുങ്ങളെല്ലാം വളരെ ഹാപ്പിയാണ്, ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. പെട്ടെന്ന് തന്നെ ആ തെളിഞ്ഞ കാലാവസ്ഥയിൽ നിന്നും മഞ്ഞ് കുളിച്ച വാഗമണ്ണിനെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. സത്യത്തിൽ കോടമഞ്ഞ് ഒരു മാന്ത്രിക അനുഭവമാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. മുട്ടക്കുന്നുകളും വാച്ച് ടവറുകളും അഡ്വഞ്ചർ ആക്ടിവിറ്റികളും എല്ലാം മഞ്ഞിൽ മൂടി. അതിൽ ഞങ്ങൾക്ക് സങ്കടമൊന്നും തോന്നിയില്ല, കാരണം ആ മഞ്ഞ് എല്ലാവർക്കും കിട്ടുന്നതല്ലല്ലോ. മഞ്ഞിനോടൊപ്പം ചെറിയ ചാറ്റൽ മഴയും, അടിപൊളി. ഇവിടെ വേനൽക്കാലത്തെ താപനില 10 മുതൽ 23 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. നമ്മളിപ്പോൾ ഈ പോകുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജായ കാൻറ്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നതിന് ഒരാൾക്ക് 250 രൂപയാണ്. ആദ്യ ബാച്ച് ഒരു 5 മിനിറ്റ് കയറും. അത് കഴിഞ്ഞ് അടുത്ത 5 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ബാച്ച് റെഡിയായിരിക്കും. അങ്ങനെയാണ്. ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. പോകുന്ന വഴി നീളെ കോട നിറഞ്ഞിരുന്നു. കനത്ത മഞ്ഞിൻ്റെ ഭിത്തി കാരണം ആരെയും കാണുന്നില്ല. മറുവശങ്ങളിൽ എന്താണെന്ന് പോലും അദൃശ്യമാക്കപ്പെട്ടിരുന്നു. എന്താണ് ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് ചോദിച്ചാൽ കോട മഞ്ഞിലൂടെ വഴി അറിയാതെ നടന്നു പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. വാക്കുകൾ കൊണ്ട് പലപ്പോഴും അനുഭവിച്ച ജീവിതം വർണ്ണിക്കാൻ എളുപ്പമല്ല എന്ന് പറയുന്നത് എത്ര സത്യമാണ്. മഞ്ഞിൻ്റെ ചിറകുകൾ അഴിച്ചു വെച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ബ്രിഡ്ജിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ താഴെ നിന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ നമുക്ക് വാഗമണ്ണിലെ വീഡിയോസ് തീർന്നിട്ടില്ല, ഇനിയും വരുന്നതാണ്. പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ.